ചില പ്രണയങ്ങൾക്ക് ഒരു മുഖം പോലും ഉണ്ടാകില്ല, ഒരു ശബ്ദം മാത്രം മതിയാകും ഹൃദയം കീഴടക്കാൻ. വെൽക്കം ടു സ്റ്റോറി ആത്മരാഗം എപ്പിസോഡ് 1. ഒരു കഥ തുടങ്ങുന്നത് ചിലപ്പോൾ വലിയ സംഭവങ്ങളിൽ നിന്നാവില്ല, ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നായിരിക്കും. ആര്യയുടെ കഥയും അങ്ങനെയായിരുന്നു. കേരളത്തിലൊരു ചെറിയ ഗ്രാമം. പുലർച്ചെ കോഴിയുടെ കൂവലും ക്ഷേത്രത്തിലെ മണിനാദവും അടുത്ത വീട്ടിലെ റേഡിയോയിൽ ഒഴുകിയെത്തുന്ന പഴയ മലയാള ഗാനങ്ങളും ചേർന്ന ഓരോ ദിവസവും ഉണരുന്ന ഒരു നാട്. ആ നാട്ടിലൊരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലെ ഏക മകളായിരുന്നു ആര്യ. അവളുടെ അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനും അമ്മ സാധാരണ വീട്ടമ്മയുമായിരുന്നു. വീട്ടിൽ സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആര്യയുടെ ലോകം മുഴുവൻ മനസ്സിലാക്കിയ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ മുത്തശ്ശി. ചെറുപ്പം മുതൽ ആര്യ പറയുന്ന ഓരോ സ്വപ്നം കണ്ണടച്ച് വിശ്വസിച്ചിരുന്നത് ആ വൃദ്ധയായ സ്ത്രീയായിരുന്നു. ആര്യ ഡോക്ടറാകണമെന്ന് പറഞ്ഞാലും ടീച്ചറാകണമെന്ന് പറഞ്ഞാലും എഴുത്തുകാരിയാകണമെന്ന് പറഞ്ഞാലും എൻ്റെ കുട്ടിക്ക് കഴിയാത്തതൊന്നുമില്ല എന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. കാലം മുന്നോട്ട് പോയി. പഠനത്തിൽ എപ്പോഴും ഒന്നാമതായിരുന്ന ആര്യ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും മികച്ച മാർക്കോടെ പൂർത്തിയാക്കി. അപ്പോഴേക്കും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യം ഒന്ന് മാത്രമായിരുന്നു: ഇനി കല്യാണം എപ്പോഴാ? അച്ഛനും അമ്മയും പലപ്പോഴും ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായി. പക്ഷേ ഓരോ തവണയും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയും: ആദ്യം അവൾ പഠിക്കട്ടെ, സ്വന്തം കാലിൽ നിൽക്കട്ടെ, കല്യാണം പിന്നെ നോക്കാം. ആ വാക്കുകൾ ആര്യയുടെ ജീവിതത്തിന് ചിറകായി. പുസ്തകങ്ങളായിരുന്നു അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. അതിലും കൂടുതൽ അവൾക്ക് പ്രിയപ്പെട്ടത് ഒരു പഴയ റേഡിയോ. കറുത്ത നിറത്തിലുള്ള ആ ചെറിയ റേഡിയോ വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നെങ്കിലും ആര്യ അതിനെ ഒരിക്കലും മാറ്റിയിരുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ ജനലിലിരുന്ന് റേഡിയോ ഓൺ ചെയ്ത് പാട്ടുകൾ കേൾക്കുക, മഴ പെയ്യുമ്പോൾ ഒരു കപ്പ് ചായയുമായി പഴയ ഗാനങ്ങൾ മുങ്ങിയിരിക്കുക, അതൊക്കെയായിരുന്നു അവളുടെ സന്തോഷങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് വീട്ടുമുറ്റത്ത് മാവിൻ്റെ തണലിലിരുന്നൊരു പുസ്തകം വായിക്കുകയായിരുന്ന ആര്യയുടെ മുന്നിലേക്ക് പോസ്റ്റ്മാൻ സൈക്കിൾ നിർത്തി. ആര്യയുടെ പേരിലൊരു പോസ്റ്റുണ്ട്. അവളുടെ നെഞ്ചിടിപ്പ് അറിയാതെ വേഗത്തിലായി. കൈകൾ ചെറുതായി വിറച്ചുകൊണ്ട് അവൾ ആ കവർ വാങ്ങി. മുകളിലായി വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു: അപ്പോയിൻമെൻ്റ് ഓർഡർ. ചെന്നൈയിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നിയമനം. ഒരു നിമിഷത്തേക്ക് അവൾക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് ഓടി. കവർ തുറന്ന് വായിച്ച അച്ഛൻ്റെ കണ്ണുകൾ അഭിമാനത്തിൻ്റെ തിളക്കം നിറഞ്ഞു. അമ്മ സന്തോഷം കൊണ്ട് ആര്യയെ ചേർത്ത് പിടിച്ചു. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്ക് കഴിയാത്തതൊന്നുമില്ലെന്ന്. അന്ന് ആ വീട്ടിൽ ഒരു ചെറിയ ആഘോഷം തന്നെയായിരുന്നു. അമ്മ പായസം വെച്ചു. അടുത്ത വീട്ടുകാർ മധുരം വാങ്ങി വന്നു. ബന്ധുക്കൾ ഓരോരുത്തരും വിളിച്ചഭിനന്ദിച്ചു. എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്നെങ്കിലും ആ ചിരികൾക്കിടയിൽ ഒരു ചെറിയ വിഷാദം ഒളിഞ്ഞിരുന്നു. കാരണം ആര്യ ആദ്യമായാണ് വീട് വിട്ട് ഇത്രയും ദൂരെ പോകുന്നത്. പോകേണ്ട ദിവസത്തിൻ്റെ തലേ രാത്രി മുറിയിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു ആര്യ. പുസ്തകങ്ങൾ, കുറച്ച് വസ്ത്രങ്ങൾ, മുത്തശ്ശി തന്നെ കൊടുത്ത തലയണയുടെ കവറും അവസാനം ആ പഴയ റേഡിയോയും. അത് ബാഗിലേക്ക് എടുക്കുമ്പോൾ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു: ഇതും കൊണ്ടുപോകുന്നുണ്ടോ? ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ റേഡിയോ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുത്തശ്ശി പതുക്കെ അവളുടെ തലയിൽ തലോടി. എവിടെയായാലും സന്തോഷമായി ജീവിക്കണം, ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആര്യയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ വീട്ടുമുറ്റത്തൊരു ടാക്സി വന്നു നിന്നു. ബാഗുകൾ ഓരോന്നായി കാറിലേക്ക് കയറ്റുമ്പോൾ അമ്മയുടെ കണ്ണുനീർ മറയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. അച്ഛൻ പുറമെ ധൈര്യം കാണിച്ചെങ്കിലും ശബ്ദം ഇടറിയിരുന്നു. മുത്തശ്ശി മാത്രം ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആര്യ കാറിൽ കയറുന്നതിന് മുൻപ് അവളെ നെഞ്ചോട് ചേർത്ത നിമിഷം ആ വൃദ്ധയുടെ കൈകൾ വിറച്ചു. ഇടയ്ക്കൊക്കെ വിളിക്കണം മോളെ. ആര്യയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. തല കുലുക്കുക മാത്രമാണ് ചെയ്തത്. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ വീട്ടുമുറ്റം, മാവിൻ മരം, ഉമ്മറത്ത് ചാരുകസേര, കൈവീശി നിൽക്കുന്ന അച്ഛനും അമ്മയും, കണ്ണുനീർ തുടയ്ക്കുന്ന മുത്തശ്ശിയും എല്ലാം പതിയെ കണ്ണിൽ നിന്നും മാഞ്ഞുപോയി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ആര്യയുടെ കണ്ണുനീർ കവിളിലൂടെ നിശബ്ദമായി ഒഴുകി. ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരുന്നു. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ പതിയെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കയറി. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നി. ചൂടേറിയ വായു മുഖത്തേക്ക് അടിച്ചു കയറി. സ്റ്റേഷനാകെ മനുഷ്യരുടെ തിരക്ക്, പല ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ, ചായ, കാപ്പി, വട എന്നുറക്കെ വിളിക്കുന്ന കച്ചവടക്കാർ, ഓട്ടോറിക്ഷകളുടെ ഹോണുകൾ, ബസ്സുകളുടെ ഗർജനം. ഒരു നിമിഷം ആര്യ അവിടെ നിശ്ചലനായി നിന്നുപോയി. ഇത്രയും വലിയ നഗരം അവൾ ആദ്യമായാണ് കാണുന്നത്. ഒരു ദീർഘനിശ്വാസം വിട്ട് അവൾ ബാഗിൻ്റെ കൈപ്പിടി മുറുകെ പിടിച്ചു. ഇനി ഇതാണ് എൻ്റെ ലോകം, അവൾ മനസ്സിൽ പറഞ്ഞു. ഓട്ടോ നഗരത്തിൻ്റെ തിരക്കിലൂടെ മുന്നോട്ട് നീങ്ങി. ആകാശം തൊടുന്ന കെട്ടിടങ്ങൾ, വർണ്ണശബളമായ പരസ്യ ബോർഡുകൾ, ഒരിക്കലും ഉറങ്ങാത്തതുപോലെ തോന്നുന്ന റോഡുകൾ, പുതിയ മുഖങ്ങൾ, പുതിയ ഭാഷ, പുതിയ ജീവിതം. എല്ലാം അവൾ കൗതുകത്തോടെയും ചെറിയൊരു ഭയത്തോടെയും നോക്കിക്കണ്ടു. ഒടുവിൽ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും അല്പം മാറി ശാന്തമായൊരു പഴയ റെസിഡൻഷ്യൽ ഏരിയയിൽ ഓട്ടോ നിർത്തി. അവളുടെ പുതിയ താമസസ്ഥലം. കാലത്തിൻ്റെ നിറം മങ്ങിയ 2 നിലകളുള്ള ഒരു പഴയ വീട്. മുറ്റത്ത് നിറയെ മുല്ലച്ചെടികൾ, ചുവരുകളിൽ കാലപ്പഴക്കത്തിൻ്റെ അടയാളങ്ങൾ. എന്നാൽ ആ വീടിന് പറയാനാവാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. മുകളിലെ നിലയിലെ ചെറിയ മുറിയിലായിരുന്നു ഇനി ആര്യയുടെ ലോകം. ജനൽ തുറന്നപ്പോൾ തണുത്ത കാറ്റ് അകത്തേക്ക് ഒഴുകിയെത്തി. ദൂരെയെങ്ങോ സായാഹ്ന മഴയുടെ മണം.
അവൾ ബാഗ് തുറന്ന് ആദ്യം പുറത്തെടുത്തത് ആ പഴയ റേഡിയോ ആയിരുന്നു. മേശപ്പുറത്ത് അത് ശ്രദ്ധയോടെ വെച്ച ശേഷം ജനലരികിൽ നിന്നുകൊണ്ട് അവൾ ആകാശത്തേക്ക് നോക്കി. അപരിചിതമായ നഗരം, അപരിചിതമായ ജീവിതം. ആര്യ ആദ്യമായി കോളേജിൻ്റെ വലിയ ഗേറ്റിന് മുന്നിൽ എത്തി നിന്നപ്പോൾ അവളുടെ ഹൃദയം പതിവിലേറെ വേഗത്തിൽ മിടിക്കുകയായിരുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന അധ്യാപികയാകണമെന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ, പുതിയ ഉത്തരവാദിത്വങ്ങൾ എല്ലാം ചേർന്ന് അവളുടെ മനസ്സിൽ ചെറിയൊരു ആകാംക്ഷയും അതിലേറെ പരിഭ്രമവും നിറച്ചിരുന്നു. ത്തിൽ ഒരു ശ്വാസമെടുത്ത് കോളേജിനുള്ളിലേക്ക് നടന്നു കയറിയ ആര്യ നേരെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ ഔപചാരിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവളെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അവളെ മറ്റ് അധ്യാപകർക്കെല്ലാം പരിചയപ്പെടുത്തി. ഓരോരുത്തരും പുഞ്ചിരിയോടെ അവളെ സ്വാഗതം ചെയ്തു. ചിലർ കൈകൊടുത്ത് ആശംസിച്ചപ്പോൾ ചിലർ വെൽക്കം ടു അവർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് അവളുടെ ആത്മവിശ്വാസം കൂട്ടാൻ ശ്രമിച്ചു. എല്ലാവരും സൗഹൃദപരമായി പെരുമാറിയെങ്കിലും ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് ഇപ്പോഴും ചെറിയൊരു പരിഭ്രമം മാറിയിരുന്നില്ല. ആ സമയത്താണ് അവളുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ടൊരു യുവതി നടന്നു വന്നത്. ഹായ്, ഞാൻ അനു. ഇവിടെയാണ് കഴിഞ്ഞ 2 വർഷമായി അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നത്. ആര്യ അല്ലേ? അവൾ സൗഹൃദത്തോടെ ചോദിച്ചു. ആര്യയും പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അതെ, ഇന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഇനി ടെൻഷനൊന്നും വേണ്ട. ആദ്യ ദിവസം എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ്. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ആ വാക്കുകൾ ആര്യയുടെ മനസ്സിലെ പകുതി ഭയം തന്നെ ഇല്ലാതാക്കി. വളരെ പെട്ടെന്ന് തന്നെ ഇരുവരും സംസാരിച്ച് നല്ലൊരു സൗഹൃദം രൂപപ്പെട്ടു. കോളേജിലെ അധ്യാപകരെക്കുറിച്ചും വിദ്യാർത്ഥികളെക്കുറിച്ചും ഡിപ്പാർട്ട്മെൻറ്റിലെ രീതികളെക്കുറിച്ചും അനു അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ഉച്ചഭക്ഷണ സമയത്ത് ഇരുവരും ഒരുമിച്ചാണ് ക്യാൻറ്റീനിലേക്ക് പോയത്. ചായ കുടിച്ചുകൊണ്ട് അവർ പരസ്പരം കുടുംബത്തെയും പഠനത്തെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിച്ചു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വർഷങ്ങളായുള്ള സുഹൃത്തുക്കളെ പോലുള്ള ഒരടുപ്പം ഇരുവർക്കുമിടയിൽ രൂപപ്പെട്ടു. ആദ്യ ദിവസത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഭയവും പരിഭ്രമവും പതിയെ അലിഞ്ഞുപോയി. പുതിയൊരു ജോലി, പുതിയൊരു ജീവിതം, അതിലുപരി ആദ്യ ദിവസം തന്നെ ലഭിച്ച ഒരു നല്ല സുഹൃത്ത്. കോളേജിൽ നിന്നിറങ്ങുമ്പോൾ ആര്യയുടെ മുഖത്തുണ്ടായിരുന്നത് ആശങ്കയല്ല, മറിച്ച് വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. വീട്ടുകാരെയും മുത്തശ്ശിയും ഓർത്തുള്ള ഏകാന്തത രാത്രികളിൽ ആര്യയ്ക്ക് കൂട്ടായിരുന്നത് നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന ആ പഴയ റേഡിയോ മാത്രമായിരുന്നു. പുതിയ നഗരം, പുതിയ ജീവിതം, ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും ഉള്ളിലെ ശൂന്യത ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. എല്ലാ രാത്രിയും ജനൽ തുറന്നു വെച്ച് തണുത്ത കാറ്റിനൊപ്പം റേഡിയോ ഓൺ ചെയ്ത് കിടക്കുന്നത് അവളുടെ പതിവായി മാറി. ഒരു രാത്രി റേഡിയോയിൽ മുഴങ്ങിയ ആ ഗംഭീരവും സ്നേഹവും നിറഞ്ഞ ശബ്ദം ആദ്യമായി അവളുടെ കാതുകളിൽ പതിഞ്ഞു. ഇത് നിങ്ങളുടെ സ്വന്തം സീക്രട്ട് സോൾ. ആ ഒറ്റ വാചകം തന്നെ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ പതിഞ്ഞു. അതിനുശേഷം ഓരോ രാത്രിയും ആ ശബ്ദത്തിനായി കാത്തിരിക്കുക അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. സീക്രട്ട് സോൾ പറയുന്ന ഓരോ വാക്കുകളും വെറുമൊരു FM പരിപാടിയിലെ സംഭാഷണങ്ങളായിരുന്നില്ല, ജീവിതത്തെ വേറൊരു കണ്ണിലൂടെ കാണാൻ പഠിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. ഒരാൾ കൂടെയില്ലെന്ന് കരുതി ഒരിക്കലും തളരരുത്. ചില തോൽവികൾ നമ്മളെ തകർക്കാനല്ല, കൂടുതൽ ശക്തരാക്കാനാണ്. ജീവിതം ഒരിക്കലും നിർത്തിവെക്കരുത്, കാരണം നാളെ നമ്മളെ കാത്തിരിക്കുന്ന നല്ലൊരു അധ്യായം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള ഓരോ വാക്കുകളും ആര്യയുടെ മനസ്സിലേക്ക് പതിയെ പതിയെ ഇറങ്ങിച്ചെന്നു. കോളേജിലെ സമ്മർദ്ദമാകട്ടെ, വീട്ടുകാരെ ഓർത്തുള്ള സങ്കടമാകട്ടെ, മനസ്സ് തളരുന്ന ഓരോ നിമിഷത്തിലും അവൾ ആ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ആ ശബ്ദത്തിലായിരുന്നു. അറിയാതെ തന്നെ ആ ശബ്ദം അവളുടെ ഏകാന്തതയുടെ മരുന്നായി, അവളുടെ ചിരിയുടെ കാരണമായി, അവളുടെ പ്രതീക്ഷയായി, അവളുടെ രാത്രികളുടെ ഏറ്റവും മനോഹരമായ കാത്തിരിപ്പായി. വെറുമൊരു കേൾവിക്കാരിയായി തുടങ്ങിയ യാത്ര പതിയെ പതിയെ ഒരു ആരാധികയുടേതായി മാറി. പിന്നീട് ആരാധന അതിലും ആഴമുള്ളൊരു വികാരത്തിന് വഴിമാറി. മുഖം കണ്ടിട്ടില്ല, പേര് പോലും ശരിക്കും അറിയില്ല, ശബ്ദമല്ലാതെ മറ്റൊന്നും അവനെക്കുറിച്ചറിയില്ല. എന്നിട്ടും ആ ശബ്ദത്തോട് അവളുടെ ഹൃദയം പ്രണയത്തിലാവുകയായിരുന്നു. ആര്യയുടെ ഈ FM ഭ്രാന്തിനെക്കുറിച്ച് കൂട്ടുകാർക്ക് നന്നായി അറിയാമായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അവൾ RJ സീക്രട്ട് സോളിന് കത്തുകൾ എഴുതാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടുന്ന ചെറിയ കത്തുകളായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ കത്തുകളിൽ പാട്ടുകളേക്കാൾ കൂടുതൽ അവളുടെ ജീവിതം നിറഞ്ഞു. സന്തോഷങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും ആരോടും തുറന്നു പറയാനാകാത്ത മനസ്സിൻ്റെ രഹസ്യങ്ങളും എല്ലാം അവൾ സീക്രട്ട് സോളിനോട് എഴുതി. ഓരോ കത്തിനും നേരിട്ട് മറുപടി ലഭിച്ചിരുന്നില്ല. പക്ഷേ ദിവസങ്ങളിലെ പരിപാടികളിൽ സീക്രട്ട് സോൾ പറയുന്ന ചില വാക്കുകൾ, ചില കഥകൾ, ചില പ്രചോദനങ്ങൾ അവളുടെ കത്തിനുള്ള മറുപടികളാണെന്ന് അവളുടെ മനസ്സ് വിശ്വസിച്ചു. അങ്ങനെ ഒരിക്കലും നേരിൽ കാണാത്ത 2 ഹൃദയങ്ങൾക്കിടയിൽ ശബ്ദവും അക്ഷരങ്ങളും മാത്രം ആയ ഒരു ആത്മബന്ധം പതിയെ ജനിക്കുകയായിരുന്നു. ആര്യ താമസം മാറി ആ വീട്ടിലെത്തിയിട്ട് 2 ആഴ്ചയാകുന്നു. വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന അവൾ ക്ഷീണിച്ച് കിടക്കുമ്പോഴാണ് താഴെ നിന്ന് പഴയ പാട്ടിൻ്റെ ശബ്ദം മുഴങ്ങിയത്. ദൈവമേ! ആര്യ കണ്ണടച്ചുകൊണ്ട് നെറ്റിയിൽ കൈവച്ചു. അവൾ ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. പഴയ ഡ്രൈവേയിൽ ഒരു പഴയ ജീപ്പ് വന്ന് നിൽക്കുന്നു. തൊട്ടു പിന്നാലെ ജീപ്പിൽ നിന്നും ഉറക്കെയുള്ള നാടൻ പാട്ടിൻ്റെ താളവും ഒഴുകിയെത്തി. തൻ്റെ സമാധാനം തകർന്ന ദേഷ്യത്തിൽ ആര്യ താഴേക്ക് ഇറങ്ങിച്ചെന്നു. എക്സ്ക്യൂസ് മീ, അവൾ ദേഷ്യത്തോടെ വിളിച്ചു. അവിടെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ ജീപ്പിൻ്റെ ബോണറ്റ് തുറന്ന് കൈകൾ ഗ്രീസുമായി നിൽപ്പുണ്ടായിരുന്നു.
വലിയ അണിഞ്ഞൊരുക്കങ്ങളൊന്നുമില്ലാത്ത സാധാരണ വേഷം, അല്പം ചുരുണ്ട മുടിയും ഒരു കറുത്ത ടീഷർട്ടും ജീൻസുമായിരുന്നു അവൻ്റെ അപ്പിയറൻസ്. കണ്ടാൽ തികച്ചും ഒരു സാധാരണ അയൽപക്കക്കാരൻ പയ്യൻ്റെ ലുക്ക്. തവിട്ട് നിറത്തിലുള്ള തിളങ്ങുന്ന കണ്ണുകളിൽ ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. അവൻ പാട്ടിൻ്റെ താളത്തിൽ തലയാട്ടിക്കൊണ്ട് ജീപ്പിൽ പണിയെടുക്കുകയായിരുന്നു. ആര്യ ദേഷ്യം അടക്കിപ്പിടിച്ച് എക്സ്ക്യൂസ് മീ. പ്രതികരണമില്ലാതായപ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ അവൾ പറഞ്ഞു ഹലോ. ഗൗതം പതിയെ തല ഉയർത്തിയ നിഷ്കളങ്കമായ ഭാവത്തിൽ എന്നെയാണോ വിളിച്ചത്? ആര്യ പരിഹാസത്തോടെ അല്ല, ജീപ്പിനെയാണ്. ഗൗതം ചെറിയ ചിരിയോടെ ഓ, ഞാൻ പേടിച്ചുപോയി. ആര്യ കണ്ണുരുട്ടി കടുപ്പത്തിൽ പറഞ്ഞു ഈ ശബ്ദം ഒന്ന് കുറയ്ക്കാവോ? ഗൗതം അറിയാത്ത പോലെ അഭിനയിച്ച് ഏത് ശബ്ദം? ഈ പാട്ടാണോ? ഇതാണോ ശബ്ദം? ഇത് സംഗീതമാണ്. ആര്യ അസഹനത്തോടെ എനിക്കിത് ഇപ്പോൾ തലവേദനയാണ്. ഗൗതം സമ്മതിക്കുന്ന പോലെ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ വോളിയം കുറയ്ക്കാം. ആര്യ ഒന്ന് ശാന്തമായ അടുത്ത നിമിഷം ഗൗതം വോളിയം കൂട്ടിയ ശേഷം ഒന്നും അറിയാത്ത പോലെ ഇപ്പം ശരിയായോ? ആര്യ ദേഷ്യത്തോടെ താൻ എന്നെ കളിയാക്കുകയാണോ? ഗൗതം നിഷ്കളങ്കമായി പറഞ്ഞു അല്ലല്ലോ, സ്പീക്കറിൻ്റെ ഒരു വശം കേടാണ്, എനിക്ക് കുറച്ചതുപോലെ തോന്നി. ആര്യയ്ക്ക് ദേഷ്യം വന്നു. ആര്യ ഓരോ വാക്കും എടുത്തു പറഞ്ഞു ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഗൗതം കൂളായി തന്നെ പറഞ്ഞു അതെ, ആളുകൾ വിശ്രമിക്കേണ്ട സ്ഥലമാണ്, അതും ശരി തന്നെ. ആര്യ കോപം നിയന്ത്രിച്ച് അപ്പോൾ ഈ പാട്ട് ഓഫ് ചെയ്യണം. ഗൗതം ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആര്യ അത്ഭുതത്തോടെ എന്തുകൊണ്ട്? ഗൗതം ഗൗരവം നടിച്ച് ഈ ജീപ്പ് പാട്ട് കേട്ടാലേ സ്റ്റാർട്ടാവും. ആര്യ അവനെ തുറച്ചു നോക്കി. ആര്യ പരിഹാസവും ദേഷ്യവും ചേർത്ത് ചോദിച്ചു ജീപ്പിന് ചെവിയുണ്ടോ? ഗൗതം ചെറിയ കുസൃതി ചിരിയോടെ ഉണ്ട്, എനിക്ക് മാത്രമേ അതൊക്കെ കേൾക്കാനാകൂ. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദമായിരുന്നു ഒരു ഇഞ്ചി ചായ കുടിച്ച ടെൻഷനൊക്കെ കുറയും കേട്ടോ. ആര്യ തൻ്റെ ഉപദേശം താൻ തന്നെ വെച്ചാൽ മതി. പിറ്റേന്ന് രാവിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ അധ്യാപകരും കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടിയിരുന്നു. പുതിയ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ പരിചയപ്പെടുത്താനായിരുന്നു പ്രിൻസിപ്പൽ എല്ലാവരെയും വിളിച്ചിരുന്നത്. ഗുഡ് മോർണിംഗ് എവരി വൺ, പ്രിൻസിപ്പൽ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നു മുതൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പുതിയ HOD ചുമതലയേൽക്കുന്നത് ഡോക്ടർ ഗൗതം. കേട്ടതും ആര്യ പതിയെ തലയുയർത്തി നോക്കി. വേദിയിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന മുഖം കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. ഇവനോ? ഒരു നിമിഷം അവൾക്ക് വിശ്വസിക്കാനായില്ല. ഗൗതവും അവളെ ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വളരെ സൗമ്യമായി പെരുമാറിക്കൊണ്ട് ഗൗതം ഓരോ അധ്യാപകരെയും പരിചയപ്പെട്ടു. ഒടുവിൽ മനഃപൂർവ്വം ആര്യയുടെ മുന്നിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കിക്കൊണ്ട് മറ്റാർക്കും അർത്ഥം മനസ്സിലാകാത്ത വിധം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് ടെൻഷൻ മാഡം. ആ വാക്കുകൾ കേട്ടതും ആര്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ട് അവൾ അവനെ ഒന്ന് തുറച്ചു നോക്കി. ഗൗതമാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ ഒരു ചെറു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അടുത്ത അധ്യാപകൻ്റെ അടുത്തേക്ക് നടന്നു. ദൈവമേ, ഈ ശല്യത്തെ തന്നെയാണ് ഇനി എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അവൾ മനസ്സിൽ ആത്മകഥം പറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ച് അനുവിന് ഒടുവിൽ സംശയം തോന്നി. ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ അവൾ ആര്യയുടെ അടുത്തേക്ക് നീങ്ങി. അല്ലേ, പുതിയ HOD നിനക്ക് നേരത്തെ അറിയാവോ? അവൾ കൗതുകത്തോടെ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതും വഴക്കിടുന്നതും കണ്ടാൽ മുമ്പേ പരിചയമുള്ളവരെ പോലെ ഉണ്ടല്ലോ. ആര്യ ഒരു ദീർഘനിശ്വാസം ഇട്ടു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു ശല്യക്കാരനെ ഹൗസ് ഓണറെ കിട്ടിയ കാര്യം? പറഞ്ഞിരുന്നു, അത് ഇയാളാണ്. എൻ്റെ കണ്ണുകൾ വലുതായി. എന്ത് സീരിയസ് ആയിട്ടാണോ പറയുന്നത്? ആര്യ അതേ എന്ന രീതിയിൽ തല വിളിക്കി. അത് കേട്ടതും അനു പൊട്ടിച്ചിരിച്ചു. അയ്യോ, ഇനി നിനക്ക് എന്ത് സൗകര്യമാണെന്നറിയാവോ? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ HOD തന്നെ പറയാം. അതും ഫുൾ ടൈം നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകുന്ന ആളല്ലേ. വീട്ടിലെ പ്രശ്നം കോളേജിലും കോളേജിലെ പ്രശ്നം വീട്ടിലും, പോളി കോമ്പിനേഷൻ. അവൾ കളിയാക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. ആര്യ അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. നിനക്ക് വലിയ തമാശയാണല്ലേ ഇതൊക്കെ? ആ നോട്ടം കണ്ടതും അനു ചിരി അടക്കാൻ ശ്രമിച്ചു. ശരി ശരി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൾ ആര്യയുടെ തോളിൽ കൈവച്ച് മൃദുവായി പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഓർക്കണം, നിനക്ക് അയാളോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് കുറച്ച് നിയന്ത്രിക്കണം. വെറുതെ കിട്ടിയ ജോലി നഷ്ടമാക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ആൾ നിൻ്റെ HOD ആണ്. ഓഫീസിലെ കാര്യം വ്യക്തിപരമായ കാര്യവും വേർതിരിച്ച് കാണാൻ ശ്രമിക്കണം. അനുവിൻ്റെ വാക്കുകൾ കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഉള്ളിൽ അവൾ ഒരു തീരുമാനമെടുത്തു. എന്തായാലും ഈ ഗൗതമിനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ആ തീരുമാനം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ അത്ര ശാന്തമാകില്ലെന്ന് അനുവിന് പോലും തോന്നി. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.